ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ആ കാലത്താണ് ഊർധ്വരേതസ്സും സുപ്രദനുമായ മഹാമുനി ചുളി ബ്രഹ്മതപസ് ചെയ്തുകൊണ്ടിരുന്നത്. രാമ, മംഗളമുണ്ടാകട്ടെ. ഉഗ്രതപസ്സു ചെയ്യുന്ന മഹർഷി പുംഗവനെ ശുശ്രൂഷിക്കുവാൻ ഊർമിള എന്ന ഗന്ധർവ സ്ത്രീയുടെ പുത്രി സോമത തയ്യാറായി വന്നു. അനേകകാലം വിനയപൂർണമായ അവളുടെ പരിചരണത്തിൽ മാമുനി സംതൃപ്തനായി. കാലപ്രേരിതനായ ചൂളി സോമതയോട് ചോദിച്ചു, നിനക്ക് മംഗളം ഭവിക്കട്ടെ. നിന്റെ ശുശ്രൂഷ കൊണ്ട് സംതൃപ്തനായ ഞാൻ എന്തൊരു പ്രിയമാണ് ചെയ്യേണ്ടത്? സംപ്രീതനായ യതീന്ദ്രനെ കണ്ടപ്പോൾ ഗന്ധർവി അതിസന്തുഷ്ടയായി. വാക്യജ്ഞാനനായ അദ്ദേഹത്തോട് വാക്ചാതുര്യാർന്ന അവൾ മധുരമായി അഭ്യർത്ഥിച്ചു. ബ്രഹ്മശ്രീ കൊണ്ട് ജാജ്വല്യമാനനായ അവിടുന്ന് ബ്രഹ്മഭൂതനും ഉഗ്ര തപസ്സോട് കൂടിയവനുമാണ്. ബ്രഹ്മതപസാർജിക്കുന്നൊരു ധാർമ്മിക പുത്രനെ ഞാൻ ആഗ്രഹിക്കുന്നു. ഭർത്താവില്ലാത്തവളാണ് ഞാൻ. ഭഗവാനെ, അവിടുത്തേക്ക് ഭദ്രം ഭവിക്കട്ടെ. എന്നെ ആരും വിവാഹം കഴിച്ചിട്ടുമില്ല. ബ്രഹ്മഋഷി വര്യനായ അവിടുത്തെ മുന്നിൽ നിൽക്കുന്ന എനിക്ക് ഉത്തമോത്തമനായൊരു പുത്രനെ നൽകണം. സോമതയുടെ വാക്കുകളിൽ തെളിഞ്ഞ മുനീശ്വരൻ ഒരു മാനസപുത്രനെ അവൾക്കു നൽകി. ചൂളിയുടെ മാനസാത്മജനായി സോമതയിൽ ജനിച്ച ശ്രേഷ്ഠനാണ് ബ്രഹ്മദത്തൻ. ദേവേന്ദ്രൻ വാനുലകിനെ എന്ന പോലെ കാമ്പില്യപുരിയെ വാണരുളുകയാണ് സോമതാസുതൻ. ഉണ്ണി രഘുരാമ, ഓമന പുത്രികളെ 100 പേരെയും കുശനാഭ രാജഋഷി ബ്രഹ്മദത്ത മഹാരാജാവിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുവാനാണ് നിശ്ചയിച്ചത്. ബ്രഹ്മദത്തനെ സാദരം ക്ഷണിച്ചു വരുത്തിയ കുശനാഭൻ സസന്തോഷം കന്യകമാരെ മുഴുവൻ കൊടുത്തു. അമരേന്ദ്ര തുല്യനായ ബ്രഹ്മദത്ത മഹീപാലൻ ഓരോരുത്തരെയായി പാണിഗ്രഹണം ചെയ്തു. മഹാത്മാവായ അദ്ദേഹത്തിൻ്റെ കരസ്പർശം ഏറ്റതോടെ കുമാരിമാരുടെ വക്രത തീർന്നു തുടങ്ങി. അവർ പൂർവാധികം സുന്ദരിമാരായി തീർന്നു. മാരുതകോപത്താൽ സംഭവിച്ച ദേഹവൈരൂപ്യം പുത്രിമാരിൽ നിന്ന് വിട്ടൊഴിഞ്ഞതു കണ്ട കുശനാഭൻ അത്യധികം ആനന്ദിച്ചു. ഉപാധ്യായന്മാരോടും ധർമ്മപത്നികളോടും കൂടി ബ്രഹ്മദത്ത മഹാരാജാവ് കാമ്പില്യത്തിലേക്ക് സാനുവാദം പോന്നു. മകന്റെ ഉത്തമ ഗുണങ്ങൾ കണ്ട സോമത അതിമോദത്തോടെ പുത്രവധുക്കളെ സ്വീകരിച്ച് അനേക പ്രാവശ്യം തലോടി കുശനാഭ രാജഋഷിയെ വീണ്ടും വീണ്ടും വാഴ്ത്തി. ആത്മജമാരെയെല്ലാം വിവാഹം കഴിപ്പിച്ചു കൊടുത്തതിനു ശേഷം കുശനാഭ രാജഋഷി സന്തുഷ്ട്യാർത്ഥം പുത്രകാമേഷ്ടി ചെയ്യുവാൻ തീരുമാനിച്ചു. വിധി അനുസരിച്ച് യജ്ഞം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മപുത്രൻ കുശൻ ശാലയിൽ വന്ന് ഏറ്റവും ഉദാരമായി ഇങ്ങനെ പറഞ്ഞു, ഉണ്ണി, ധാർമ്മികോത്തമ ന്യായൊരു ഉണ്ണി നിനക്ക് ഉണ്ടാകും. ആ നന്ദനനെ കൊണ്ട് അനശ്വരമായ കീർത്തി ഈ പാരിൽ നിനക്ക് പരക്കുകയും ചെയ്യും. പുത്രനെ ഇത്തരത്തിൽ അനുഗ്രഹിച്ച കുശൻ നിത്യമായ ബ്രഹ്മലോകത്തിലേക്ക് തന്നെ പോയി. അല്പകാലം കഴിഞ്ഞു കുശനാഭന് ലക്ഷണാന്വിതനായൊരു സന്താനം ഉണ്ടായി. ധർമ്മോത്തമനായ ആ കുമാരൻ്റെ പേർ ഗാദി എന്നാണ്. കാകുൽസ്ഥ വംശദീപമായ രാമ, ആ ഗാദിയാണ് എൻ്റെ പിതാവ്. കുശരാജഋഷി വംശത്തിൽ ജനിച്ചതുകൊണ്ട് കൗശികർ എന്ന പേരുണ്ടായി. സത്വൃത്തയായൊരു ജ്യേഷ്ഠത്തി എനിക്കുണ്ടായിരുന്നു. സത്യവതി എന്നു പേരായ അഗ്രജയെ ഋജീകനാണ് പരിണയിച്ചത്. പതിവ്രതാരത്നമായ ജ്യേഷ്ഠത്തി ഭർത്താവിനെ പിന്തുടർന്നു. ദേഹത്തോടു കൂടി തന്നെ വാൻ ഉലകമേറി. മാത്രമല്ല, സ്ഥൂലദേഹത്തെ ഹിമവാനിൽ നിന്നുദ്ഭവിക്കുന്നൊരു മഹാപുണ്യനദിയാക്കി പ്രവഹിപ്പിക്കുകയും ചെയ്തു. സുകുമാരാംഗിയായ സഹോദരി ലോകഹിതത്തിനു വേണ്ടി ദിവ്യ പുണ്യതീർത്ഥത്തോടെ കൗശികീ നദി എന്ന പേരിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഉണ്ണി രാമ, ആ സഹോദരിയിലുള്ള സ്നേഹാധിക്യത്താൽ ഹിമവൽ സാനുവിലാണ് ഞാൻ താമസിക്കുന്നതുകൂടി. സത്യധർമ്മങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന സത്യവതി പ്രധാ ശിരോമണിയായ സഹോദരി നദികളിൽ വെച്ച് ശ്രേഷ്ഠയായി പരിലസിക്കുന്നു. യജ്ഞാനുഷ്ഠാനത്തിനു വേണ്ടിയാണ് ഞാൻ ജ്യേഷ്ഠത്തെ വിട്ട് സിദ്ധാശ്രമത്തിലേക്ക് വന്നത്. രാമ, അങ്ങയുടെ വിക്രമം കൊണ്ട് ഞാൻ ഉദ്ദിഷ്ട കാര്യം സാധിച്ച് കൃതാർത്ഥനായി തീർന്നു. ഇങ്ങനെയാണ് എൻ്റെയും വംശത്തിൻ്റെയും നാടിൻ്റെയും ചരിത്രം. കഥ പറഞ്ഞുകൊണ്ട് സന്ധ്യാസമയം കഴിഞ്ഞു. അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഉറങ്ങൂ. പ്രഭാതത്തിൽ ഉദ്ദേശിക്കുന്ന യാത്ര മുടങ്ങരുത്. രഘുനന്ദന. മാമരങ്ങൾ കൂടി നിശ്ചലങ്ങളായി. മൃഗപക്ഷികൾ അടങ്ങി. ദിക്കുകളിലെല്ലാം കനകക്കൂരിരുട്ട് വ്യാപിച്ചു. സന്ധ്യാദേവി പതുക്കെ പതുക്കെ തിരോധാനം ചെയ്തു. ആകാശമണ്ഡലത്തിൽ ദീപ്രങ്ങളായ നേത്രങ്ങൾ മിഴിച്ചതുപോലെ നക്ഷത്രങ്ങൾ പ്രകാശിച്ചു. പാർത്തട്ടിലെ അന്ധകാരം നശിപ്പിക്കുവാനായി
വെൺമതിയായി ഉദിച്ചുയർന്ന ജീവജാലങ്ങൾക്ക് ആഹ്ലാദമേകുന്ന നിശാകാലങ്ങളിൽ സ്വച്ഛന്തം വിഹരിക്കുന്ന യക്ഷന്മാർ, രാക്ഷസന്മാർ, മാംസാശനർ തുടങ്ങിയ ഭൂതഗണങ്ങൾ നടക്കുന്നു. സുഖ സുഷുപ്തിയുണ്ടാകട്ടെ. അത് തേജസ്വി എന്ന മാമുനീന്ദ്രൻ വിശ്വാമിത്രൻ ഇത്രയും അരുളി ചെയ്ത് അവസാനിപ്പിച്ചു. ചുറ്റുപാടുമിരുന്ന് സശ്രദ്ധം കഥ കേൾക്കുന്ന മഹർഷിമാരെല്ലാം പുണ്യചരിതമാണിതെന്ന് വാഴ്ത്തി തുടങ്ങി. ബ്രഹ്മാവിന് തുല്യമായ മഹാത്മാക്കൾ പരമ്പരയായി ജനിച്ച കുശികവംശം ധർമ്മതൽപരമായിട്ടുള്ളതാണ്. ഈ കുലത്തിലെ രാജർഷികളിൽ വെച്ച് എന്തുകൊണ്ടും പ്രഭാവമേറിയത് അവിടുന്ന് തന്നെയാണ്, സംശയമില്ല. ഉത്തമോത്തമമായ കൗശികീ നദിയും കൗശിക വംശത്തിന് പരിഭാവനത്വമേകുന്നു. മഹർഷി സത്തമന്മാരായ അവരുടെ സ്തുതിവചനങ്ങൾ കേട്ടുകൊണ്ട് അസ്തമനമാർന്ന ദിവാകരനെ പോലെ ബ്രഹ്മഋഷി ഉറങ്ങി. ലക്ഷ്മണാനുതനായ രഘുവീരൻ മുനി ശാർദൂലനായ ബ്രഹ്മഋഷിയെ ശ്ലാഘിച്ചുകൊണ്ട് പള്ളിക്കുറപ്പ് തുടങ്ങി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.